എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റുഡിയോ പോയാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്താണ് എടുത്തത് എന്നുള്ളത്. ഇതാണ് എടുത്തത്. ഇതൊരു ഓവർ കോട്ട് ഞാൻ വാങ്ങിയതാണ്, ആദ്യം വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുക്ക് ഉണ്ടായിരുന്നു, ഇത് ആദ്യം ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ഒരു മറ്റേ ഒരു വീഡിയോ ഉള്ളേ ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. വിചാരിക്കും അതാണെന്ന്. അതല്ല കേട്ടാ, ഇത് പുതിയതാണ്, കുഴപ്പമില്ല. ഇതും വാങ്ങിന്. പിന്നെ ഒരു ചുരിദാർ വാങ്ങിന്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാങ്ങിയത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടെണ്ണം കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേറെ മോഡൽ വരുമ്പം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? ഇപ്പോൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു ഇതിൻ്റെ വേറൊരു കളറും കൂടിയുണ്ട്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, കുഴപ്പമില്ല. ഞാൻ നീല ജീൻസിന്, അതായത് ഇത് ഞാൻ എടുത്ത ഡ്രസ്സാണ്. ഞാൻ മാക്സിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിന് പറ്റിയ ഒരു എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന് ഇത് ഞാൻ ജീൻസിനിടില്ല, ഷർട്ടായിട്ട് ജീൻസിനിടില്ല. പക്ഷേ ഇതിന് നമുക്കിതും യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, കംഫർട്ടാണ്. പിന്നെ അടുത്തത് ഇത് നിങ്ങൾക്ക് അന്ന് ഞാൻ കാണിച്ചു തന്നെയാണ്. പിന്നെ എൻ്റെ പാൻറ്റ്, അതാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇത് ഞാൻ അനുകരിക്കുന്നതാണെന്ന് പറയും. കുറേ മുന്നേ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ മുന്നേ, ഇതെല്ലാം കുറേ ആയി. ഇത് ഞാൻ കാശ്മീർ പോകുന്ന സമയത്ത് വാങ്ങിയതാണ്. 2 വർഷത്തിൻ്റെ മേലെയായി. ഇത് ഇന്നലെ വാങ്ങിയതാണ്. വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വാങ്ങിയതാണ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഹൈ ഹീൽ ചെരുപ്പ് ചലഞ്ചല്ലേ, വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നോട് ചലഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുക, ഞാൻ നിങ്ങളെ പിറകെ വരുന്ന ഒരാളല്ല. പിറകെ വന്നത് ഗുരുവായൂർ അമ്പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹിന്ദുക്കളെ മതങ്ങളെ പറ്റിയിട്ട്, ആചാരങ്ങളെ പറ്റിയിട്ടും ആദ്യം ഇരുന്ന് പഠിക്കുക. വിഡ്ഢിത്തരം പറയാതെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ട് സംസാരിക്കാൻ നിൽക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ബൈ ബൈ.